ത്തെയും അതിൻ്റെ കാര്യകാരണ നിയമങ്ങളെയും കുറിച്ചൊക്കെ പഠിച്ച് അവിടെ ഈശ്വരൻ എന്ന പരമോന്നതമായൊരു ശക്തിയെ ആശ്രയിക്കാം എന്നുള്ള ആശയം നിർമ്മിക്കുകയാണ്. അത് സ്ഥിതപ്രജ്ഞാവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് പറയുന്നു. ഈശ്വര വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും സ്പിരിച്വാലിറ്റിയുടെയൊക്കെ അടിസ്ഥാന തത്വം തന്നെ മനുഷ്യന് സ്ഥിതപ്രജ്ഞനാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശ്വര വിശ്വാസത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് സ്ഥിതപ്രജ്ഞനാവാൻ പറ്റൂ എന്നൊന്നും അർത്ഥമില്ല കേട്ടോ. സ്ഥിതപ്രജ്ഞനാവണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വ്യക്തി വസ്തുക്കളിൽ നിങ്ങളുടെ മനസ്സ് മുഴുകിക്കാതെ ലക്ഷ്യങ്ങളിൽ മനസ്സ് മുഴുകിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട്, പുരുഷാർത്ഥം എന്നാണ് വാക്ക്. വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണത്, പുരുഷാർത്ഥം. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവനവനെ റിച്ചാക്കി മാറ്റുന്ന പ്രവൃത്തി എന്നാണ്. സെൽഫിനെ റിച്ചാക്കി മാറ്റുന്ന പ്രവൃത്തി എന്നുള്ളതാണ്. ഞാൻ എന്നെ തന്നെ പ്രഥമ പരിഗണനയിൽ വെച്ചുകൊണ്ട് ജീവിതത്തിൽ ചെയ്യുന്ന സകല പ്രവൃത്തികളെയും പുരുഷാർത്ഥം എന്ന് പറയും. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക? കോൺഷ്യസ്ലി പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കുക. നമ്മൾക്ക് വളരെ സന്തോഷമുണ്ടാകുന്ന മൊമെൻറ്റുകളിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് എളുപ്പം കേട്ടോ. വളരെ സങ്കടമുണ്ടാകുന്ന അവസ്ഥകളിൽ അത്ര തന്നെ സങ്കടമില്ലാതെ എങ്ങനെ ഇരിക്കാം എന്നുള്ള പ്രാക്ടീസ് ചെയ്യണം നമുക്ക്. പക്ഷെ അത് രണ്ടാമത്തെ പ്രാക്ടീസ് ആയിക്കോട്ടെ. ഫസ്റ്റ് പ്രാക്ടീസ് വളരെയധികം സന്തോഷം കൊണ്ട് മതിമറന്നു പോയിരുന്ന പല സാഹചര്യങ്ങളും നമ്മൾക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം. അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇനി ഉണ്ടാകുന്ന സമയത്ത് സന്തോഷത്തിന് അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ പ്രകടനങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു പക്വത കൊണ്ടുവരാൻ ശ്രമിക്കും. മനസ്സിലാവുന്നുണ്ടോ? സന്തോഷത്തിൻ്റെ പ്രകടനങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു പക്വത കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മളെ പൂർണ്ണമായും മറന്ന് സന്തോഷിച്ച് ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ മൂഡിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളിങ്ങനെ ആർപ്പ് വിളികളും മറ്റുമായിട്ട് അങ്ങനെയൊക്കെ ഇങ്ങോട്ട് മാറുന്നൊരു മൊമെൻ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. അങ്ങനത്തെ ഒരു സംഭവങ്ങളിൽ നമ്മൾ അത്രയും കൂടെ അതിന് പോകാതിരിക്കുക. സന്തോഷത്തിൻ്റെ മൊമെൻറ്റുകളെ അമിതാഹ്ലാദത്തിലേക്ക് കൊണ്ടുപോകാതെ ഒരു പക്വതയോടുകൂടെ കുറച്ചുകൂടെയൊക്കെ ഒരു മിഡ് കാറ്റഗറിയിൽ, ഒരു മീഡിയം ലെവലിൽ സന്തോഷിക്കാൻ പഠിക്കും. രണ്ടാമത്തെ പ്രാക്ടീസ്, സങ്കടത്തിൻ്റെ സാഹചര്യങ്ങളിൽ എത്രയാണോ നമുക്ക് പൊതുവെ ആ ഒരു സങ്കട സാഹചര്യത്തിൽ നിന്ന് നമ്മൾ സങ്കടം അനുഭവിക്കുന്നത് അത്ര തന്നെ സങ്കടപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അറിവുകൾ അവിടെ ഉപയോഗിക്കുക.